കുട്ടനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാണാൻ വളരെ മനോഹരമാണ്. ഒത്തിരി നെൽപ്പാടങ്ങളും വെള്ളവും വള്ളങ്ങളും വള്ളംകളിയും. കുട്ടനാടിനെ കുറിച്ച് ആദ്യം ഓർമ്മ വരുന്നത്, നമുക്ക് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് വയലുകളും ഹൗസ് ബോട്ടും എന്നിവയൊക്കെ ആയിരിക്കും. എന്നാൽ കുട്ടനാടിന് മറ്റൊരു മുഖമുണ്ട്. ഇത് വെള്ളം കയറി കിടക്കുമ്പോഴുള്ളൊരു ചിത്രമാണ്. ഇവിടുത്തെ വീടുകളുടെ പ്രത്യേകത ഉണ്ടോ, വെള്ളം കയറാതിരിക്കാൻ വേണ്ടി പണിത് എടുക്കുന്നതാണ്. ഈ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ആലപ്പുഴയ്ക്ക് വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട്. വെള്ളത്തിലാണ് കുട്ടനാട്ടിലെ ജീവിതം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു വർഷത്തിൽ 3-4 തവണയാണ് കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുക. ഇവിടുത്തെ ജനങ്ങൾ ഇതിനോട് ഇണങ്ങിയുള്ളൊരു ജീവിതമാണ്. അവരുടെ ജീവിത രീതിയും ജീവിതശൈലിയും എല്ലാം വെള്ളപ്പൊക്കത്തിനെ അതിജീവിക്കാനുള്ള ഒരു മുൻകരുതലോട് കൂടിയിട്ടാണ്. ഇപ്പോൾ കണ്ട വീടിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ, തൂണ് നിർമ്മിച്ചിട്ട് തൂണിൻ്റെ മേളിലായിട്ടാണ് വീട് പണിതിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം നമ്മുടെ വീട്ടിലേക്ക് കയറരുത് എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് അങ്ങനെ നമ്മുടെ വീടിനെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് വീട് പണി നടക്കുക. കണ്ടല്ലോ. പിന്നീട് നമ്മൾ കുട്ടനാടിനെ കുറിച്ച് പറയുന്നത് ഒത്തിരി വയലുകളും തോടുകളും നിറഞ്ഞൊരു സ്ഥലമാണ് കുട്ടനാടെന്ന് പറയുന്നത്. കാണാൻ വളരെ വളരെ മനോഹരമാണിത്. പക്ഷേ വെള്ളപ്പൊക്കത്തെ സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഈ വെള്ളം ആസ്വദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ജോലി സ്ഥലമാണ്, ജോലി സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഭാഗത്ത് കൊയ്ത്ത് കഴിഞ്ഞ വയലിൽ വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ്. കൊയ്ത്ത് കഴിഞ്ഞാൽ ഏകദേശം 2-3 മാസങ്ങളിൽ വെള്ളം കയറ്റിയിടും പാടശേഖരത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിലുള്ള അടുത്ത കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ വെള്ളം കയറ്റിയിട്ടിട്ടാണ് പിന്നെ 3 മാസത്തിന് ശേഷം നിലമൊക്കെ റെഡിയാക്കി കൊയ്ത്ത് തുടങ്ങുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുട്ടനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി 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 പ്രത്യേകതയുള്ള സ്ഥലങ്ങളാണ്. കൃഷിയാണ് പ്രധാനം ഇവിടുത്തെ കുട്ടനാട്ടിലെ പ്രധാനം എന്ന് പറയുന്നത് കൃഷിയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ വയലുകളും ഒത്തിരി വയലുകൾ ചേർന്നതാണ് കുട്ടനാട്. പക്ഷെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഇതാണ് സ്ഥിതി. വെള്ളം നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. വെള്ളം നല്ല രീതിയിൽ വരും. അത് നമ്മൾ മഴയായാലും കിഴക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന ഡാം തുറന്ന വെള്ളമാണേലും ആദ്യം എടുത്ത കുട്ടനാട് ഭാഗത്തേക്കാണ്. അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്നും നമുക്ക് വിഷയമല്ല. അതും ആസ്വദിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. കണ്ടോ എന്ത് മനോഹരമായിട്ട് വെള്ളം കയറി കിടക്കുന്നു നോക്കിയേ. കണ്ടോ, ഇത് പാടശേഖരമാണ്. അപ്പുറത്ത് കാണുന്ന പാടശേഖരമാണ്. ഇത് നമ്മുടെ റോഡാണ്. ഈ ഭാഗത്തൊക്കെ വെള്ളമുണ്ട്. ഒത്തിരി മീനുകൾ കിട്ടാറുണ്ട്. നാടൻ മീനുകൾ നമ്മൾ അന്യം നിന്ന് പോയെന്ന് പറയുന്ന പള്ളത്തിയൊക്കെ സുലഭമായിട്ട് കുട്ടനാട്ടിൽ കിട്ടും. കുട്ടനാട്ടിൽ കിട്ടാത്ത മീനുകളിലിപ്പം ഒത്തിരി ഒത്തിരി മീനുകൾ കിട്ടുന്നുണ്ട്. എന്നാലും കുറച്ച് മീനുകളൊക്കെ വംശനാശം സംഭവിച്ച് പോയിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള ചില കാരണങ്ങളും ഉണ്ട്. നമ്മുടെ ഇവിടെ വിദേശ മത്സ്യങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമായപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ മത്സ്യങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് മത്സ്യങ്ങൾ വംശനാശം സംഭവിച്ചു പോയിട്ടുമുണ്ട്. എന്നാൽ പള്ളത്തിയൊക്കെ ഒത്തിരി ഇപ്പം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. പള്ളത്തി, വരാൽ, കാരിയൊക്കെ ഒത്തിരി നാടൻ മീനുകൾ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷേ വിദേശത്തുനിന്ന് നമ്മുടെ മീൻ നാട്ടിൽ കൊണ്ട് വളർത്തുകയും അത് തുടർന്ന് അത് നമ്മുടെ നദിയിലും പുഴകളിലുമായി പോവുകയും ചെയ്ത മീനുകൾ നമ്മുടെ നാട്ടിലെ പ്രാദേശിക മത്സ്യങ്ങളെ തിന്ന് നശിപ്പിക്കുന്ന ഒരു സമ്പ്രദായം, ഒരു രീതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ സിലോപ്പി എന്ന് പറഞ്ഞൊരു മീനുണ്ടല്ലോ, അത് നമ്മുടെ നാട്ടിലെ മത്സ്യമല്ല. അത് വിദേശ മത്സ്യമാണ്. നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്ത് അതിനെ ഭക്ഷ്യവസ്തുവാക്കി ഉപയോഗിക്കാൻ വേണ്ടി കൃഷി ചെയ്തതാണ്. എന്നാൽ ഇന്ന് നമ്മുടെ തോടുകളിലും വയലുകളിലും ഒക്കെ നിറച്ച് സിലോപ്പികളെ നമുക്ക് കാണാൻ പറ്റും. ചുമ്മാ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ നാടൻ മത്സ്യങ്ങളെ തിന്നാണ് ജീവിക്കുന്നത്. അതേപോലെ തന്നെ ആഫ്രിക്കൻ മുഷി എന്ന് പറഞ്ഞൊരു മീൻ കുറേ നാൾക്ക് മുമ്പ് നമ്മുടെ ഇപ്പം കുട്ടനാട്ടിൽ കാണുന്നില്ല. ആഫ്രിക്കൻ മുഷി എന്ന് പറഞ്ഞൊരു മീനുണ്ടായിരുന്നേ. ആ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മീനുകളെയും തിന്ന് തീർക്കും. അത് ഒരു വല്ലാത്തൊരു മത്സ്യമാണത്. അത് ഈ നമ്മുടെ നാട്ടിലുള്ള ചെറിയ തനതായ മത്സ്യശേഖരത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക. തുടർന്ന് പിന്നെ ഇതൊക്കെയാണ് കുട്ടനാടിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് കുട്ടനാട്ടിൽ ചെറിയൊരു ഭാഗമാണ്. 100-ൽ ഒരു 5% പോലും ഇല്ല ഇത് കുട്ടനാടിനെ കുറിച്ചുള്ള വീഡിയോ. ബാക്കി വീഡിയോ നമുക്ക് പിന്നാലെ ചെയ്യാം. ഇത് നമ്മുടെ ജസ്റ്റ് വെള്ളം കയറിയ വിശേഷം മാത്രമേ ഉള്ളൂ. വെള്ളത്തിൽ നല്ല നല്ല മീനുകൾ, നല്ല നല്ല പഴയ മുമ്പത്തെ കുറേ മീനുകൾ നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. എന്നാലും എല്ലാവരും ഒന്ന് കയറി നോക്കണേ. പിന്നെ പറയാനുള്ളത് വെള്ളപ്പൊക്കം. ഇത് നമ്മുടെ ജോലി സ്ഥലമാണ്.
ജോലിസ്ഥലമാണ്. ഈ ഒരു സമയത്തെ നമ്മൾ ജോലി സ്ഥലത്തേക്ക് വെള്ളം കയറി കിടക്കുന്ന ആസ്വദിക്കണം ഒത്തിരി കസ്റ്റമേഴ്സ് വരാറുണ്ട്. അവർക്ക് ഈ വെള്ളവും ഇവിടുത്തെ നമ്മുടെ ഫുഡും ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വരലുണ്ട്. ഇത് ജൂൺ മാസം 29-ാം തീയതി എടുത്ത വീഡിയോ ആണ്. ഓക്കെ, ജൂൺ മാസം 29-ാം തീയതി എടുത്ത വീഡിയോ ആണ്. ഇതിപ്പോൾ മൂന്നാമത്തെ വെള്ളപ്പൊക്കമാണ്. അത് 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, ഇത് മൂന്നാമത്തെ, അതായത് നിലവിൽ മൂന്നാമത്തെയാണ്. മെയ് 28-ാം തീയതി ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജൂൺ പകുതിക്ക് വെച്ച് വേറൊരു വെള്ളപ്പൊക്കം, പിന്നെ ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം. അങ്ങനെ ജൂൺ 29-ാം തീയതി എടുത്ത വെള്ളപ്പൊക്കത്തിൻ്റെ ചെറിയ ചെറിയ വീഡിയോസാണ് ഇത്. അപ്പം ഇതിന് നമ്മൾ വർഷത്തിൽ കുട്ടനാട്ടിലുണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങളുടെ എണ്ണം ആർക്കും തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. ചിലപ്പോൾ 2 or 3 ഒക്കെ, ചിലപ്പോൾ 1 ഉണ്ടാകാം, ചിലപ്പോൾ 2, 3, 4 ഒക്കെ ആയി പോകാം. അത് ആരുടെയും കുറ്റമോ ഒന്നുമല്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത് വെള്ളത്തിൻ്റെ വെള്ളം കയറി കിടക്കുന്നൊരു പശ്ചാത്തലം കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല. എന്തായാലും എല്ലാവർക്കും സുഖമായിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ഓക്കെ.